ഇന്ന് നമ്മളൊരു പുതിയ ബ്രാൻഡ് മിക്സർ ഗ്രൈൻഡറാണ് പരിചയപ്പെടാൻ പോകുന്നത്. അത് ന്യൂട്രി ബുള്ളറ്റ് എന്നാണ് അതിൻ്റെ പേര്. ഓൺലൈനിൽ ആണ് നമ്മളിത് വരുത്തിയത്. അപ്പോൾ നമുക്ക് അതിൻ്റെ അൺബോക്സിങ്ങിലേക്ക് കടക്കാം. അതിൻ്റെ മുകളിലുള്ള ലാമിനേഷൻ കവർ നമ്മുടെ മോള് കഷ്ടപ്പെട്ട് റിമൂവ് ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് അൺബോക്സ് ചെയ്യാം. നമ്മുടെ കുഞ്ഞു മോളാണ് അൺബോക്സ് ചെയ്യുന്നത്. തുറന്നപ്പോൾ തന്നെ അവൾക്കൊരു ബുക്ക്ലെറ്റ് കിട്ടി. ആ ബുക്ക്ലെറ്റിനകത്ത് 2 ബുക്കുകളുണ്ട്. ഒന്ന് അതിൻ്റെ ഓപ്പറേറ്റിംഗ് മാനുവലാണ്, രണ്ടാമത്തത് റെസിപ്പി ഉള്ള ഒരു മാനുവലാണ്. ഏതൊക്കെ റെസിപ്പികൾ നമുക്ക് ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ടുള്ള, ഏതൊക്കെ ജാർ ഉപയോഗിച്ച് ഏതൊക്കെ റെസിപ്പികൾ, ഏതൊക്കെ തരം ജ്യൂസ്, അതിൻ്റെ ഉള്ളൊരു ബുക്ക്ലെറ്റാണ്. അപ്പോൾ ഇത് 1200 വാട്ട്സ് പവർ ഉപയോഗിക്കുന്ന ഒരു മിക്സർ ഗ്രൈൻഡറാണ്. ഇതിൽ 3 കപ്പും 1 ജാറും ആണ് വരുന്നത്. അതായത് ആകെ 12 പീസ്. നമുക്ക് എന്തായാലും ഇതിൻ്റെ പെർഫോമൻസ് ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി നമുക്കൊരു ക്യാരറ്റ് ജ്യൂസ് ഉണ്ടാക്കാം. ഞാനിതിൽ ഉപയോഗിച്ചിരിക്കുന്നത് അവരുടെ റെസിപ്പി ബുക്കിലുള്ള ഒരു റെസിപ്പിയാണ് ഞാൻ സെലക്ട് ചെയ്തത്. അതിനകത്ത് നല്ല 1-2 ഇൻഗ്രീഡിയൻസ് ഞാൻ സ്കിപ്പ് ചെയ്തിട്ടുണ്ട്, കാരണം അതിപ്പോൾ ഇന്ന് അവൈലബിൾ അല്ലാത്തതുകൊണ്ട്. അപ്പോൾ ഇന്ന് എടുത്തിരിക്കുന്നത് ഒരു കപ്പ് ക്യാരറ്റ്, 1 കപ്പ് മുസമ്പി, പിന്നെ കുറച്ച് പുതിന, 1 കഷ്ണം ഇഞ്ചി. ഇതെല്ലാം കൂടി നമ്മളൊരു കപ്പിനകത്തേക്ക് ഇട്ടിട്ട് നമ്മൾ മിക്സ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത് കപ്പിനകത്തേക്ക് ഇട്ട് കഴിഞ്ഞു. 3 സൈസുള്ള കപ്പാണ് ഇതിൽ വരുന്നത്. അതിനകത്തേക്ക് 1 കപ്പ് വെള്ളവും നമ്മൾ ഒഴിക്കുന്നുണ്ട്. മാക്സിമം എത്ര വെള്ളം ഒഴിക്കുക എന്നുള്ളതിനുള്ള ഒരു മാർക്കിംഗ് ഒക്കെ ഈ കപ്പിനകത്തുണ്ട്. നമ്മുടെ ഗ്രൈൻഡർ റെഡിയാണ്, പവർ ഇൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ബ്ലേഡ് നമ്മൾ തലകീഴായി ആണ് ഫിക്സ് ചെയ്യേണ്ടത്. ഫിക്സ് ചെയ്തു, ത്രെഡാണ്. ഫിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിൻ്റെ ബേസിനകത്തേക്ക് ലോക്ക് ചെയ്യണം. അതൊരു ലോക്കിംഗ് സിസ്റ്റമാണ്, വളരെ ഈസിയാണ്. വെറുതെ ഒന്ന് ടേൺ ചെയ്ത് കഴിഞ്ഞാൽ അത് ലോക്കായതിൻ്റെ ഒരു സൗണ്ട് കൂടി വരും. ലോക്കായി. ഇതിനകത്ത് പവർ ബട്ടൺ കുറച്ച് വെറൈറ്റി ഐറ്റംസ് ആണ്. നടുവിലായിട്ട് ഒരു ഓൺ ഓഫ് ബട്ടൺ ഉണ്ട്, പിന്നെ എക്സ്ട്രാക്റ്റ് ഉണ്ട്, ലോ ഹൈ ഉണ്ട്, പൾസ് ഉണ്ട്. ലോ സ്പീഡിൽ പ്രവർത്തിപ്പിക്കണമെങ്കിൽ ലോ സ്പീഡ് ഉപയോഗിക്കാം, ഹൈ ആണെങ്കിൽ ഹൈ. എക്സ്ട്രാക്റ്റ് എന്നുള്ള ബട്ടണാണ് ഞാനിന്ന് സെലക്ട് ചെയ്തത്. എക്സ്ട്രാക്റ്റ് എന്നുള്ളത് നമ്മളൊരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് അത് തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് പ്രവർത്തിക്കുന്ന ഒരു സെറ്റപ്പാണ്. 1 മിനിറ്റ് ദൈർഘ്യം വരുന്ന പല സ്പീഡുകളിൽ പ്രവർത്തിപ്പിക്കുന്ന ഒരു ഓട്ടോമാറ്റിക് സീക്വൻസ് ആണത്. അപ്പോൾ അത് സീക്വൻസ് ഓടിക്കൊണ്ടിരിക്കുകയാണ്. അത് 1 മിനിറ്റ് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഓഫ് ആവും. അപ്പോൾ നമുക്ക് നമ്മളുടെ ജാറിൽ നിന്ന് നമുക്ക് ആവശ്യത്തിന് സെർവ് ചെയ്തെടുക്കാം. അതാ 1 മിനിറ്റ് കഴിഞ്ഞു, അത് ഓഫായി. ഇനി നമ്മളതിൻ്റെ പവർ ഓഫ് ചെയ്തതിന് ശേഷം ഇതിനെ തലകീഴായി വെച്ചിട്ട് അതിൻ്റെ ബ്ലേഡ് അഴിച്ചെടുത്ത് അതിൻ്റെ മുകളിലേക്ക് നമുക്കിതിൻ്റെ കൂടെ വരുന്ന ഈ ലിഡ് ഉപയോഗിച്ച് അടച്ചാൽ നമുക്ക് എവിടെയെങ്കിലും കൊണ്ടുപോകണമെങ്കിൽ അങ്ങനെ തന്നെ നമുക്ക് കൊണ്ടുപോകുന്നതാണ്. യാത്രയിലൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന അത്രയാണ് ഇതിൻ്റെ സെറ്റപ്പ്. അല്ലെങ്കിൽ നമുക്ക് അതിൻ്റെ മുകൾ ഭാഗത്തുള്ള ചെറിയ അടപ്പ് തുറന്നിട്ട് നമുക്ക് ഗ്ലാസ്സിനകത്തേക്ക് സെർവ് ചെയ്യാനും വളരെ ഈസിയാണ്. എന്തായാലും വളരെ ഹോമോജിനസ് ആയിട്ടുള്ള ഒരു മിക്സറാണ്. നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കിട്ടും. നല്ല കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെട്ടു കുടിക്കാൻ കൊടുത്തപ്പോൾ. താങ്ക്സ് ഫോർ വാച്ചിങ്.